ജലവൈദ്യുത പദ്ധതിയുടെ പ്രധാന സംഭരണിയായ കക്കി ആനത്തോട് ഡാമിന്റെ മൂന്നാമത്തെ ഷട്ടറും തുറന്നു. ശക്തമായ നീരൊഴുക്ക് ഉള്ളതിനാലാണ് ഷട്ടർ തുറന്നിരിക്കുന്നത്. വനമേഖലയിൽ ശക്തമായ മഴയാണ്. നിലവിൽ അണക്കെട്ടിന്റെ 3 ഷട്ടറും തുറന്നു. ഷട്ടറിന്റെ 3 സെന്റിമീറ്റർ ഇന്നലെ ഉച്ചയോടെ ഉയർത്തിയിരുന്നു. ശനിയാഴ്ച അണക്കെട്ടിൽ 2-3 ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. കക്കിയിൽ 83 മില്ലിമീറ്ററും പമ്പയിൽ 56 മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ ലഭിച്ചത്. 976.2 ലിറ്ററാണ് ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ്. 83% എത്തിയിരിക്കുകയാണ്. ശബരിഗിരി വൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂഴിയാർ ഡാം തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവിടെയും വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. ശക്തമായ മഴയാണ് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാമിലെ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നതിനാൽ പമ്പ നദിയിലെ ജലനിരപ്പ് ഉയരും. അതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. നദിയിലിറങ്ങുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണം. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.